എൻ്റെ പ്രണയം ഭാഗം 77. 12 മണി ആയതും എല്ലാവരും ന്യൂ ഇയർ വിഷ് ചെയ്തു. മനോഹരമായ ആകാശത്ത് വിരിയുന്ന വർണ്ണ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഹരി പൊന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. ആ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നിൽപ്പ് കണ്ട നിരഞ്ജന് പക്ഷേ അപ്പോൾ മനസ്സിൽ ഒന്നും തോന്നിയില്ല. അവൻ്റെ മനസ്സിൽ ഹരി ആരാണെന്ന് പറഞ്ഞു കേട്ട ഒരു അമ്പരപ്പിൽ തന്നെയായിരുന്നു. അതിനുശേഷം 2 മണി കഴിഞ്ഞിട്ടാണ് എല്ലാവരും പിരിഞ്ഞ് വീട്ടിലേക്ക് പോയത്. വീട്ടിലേക്ക് പോകുമ്പോൾ പൊന്നു ഹരിയും അവളുടെ അച്ഛനോടും അമ്മയും കണ്ട് വീണ്ടും സംസാരിച്ചു. അവരുടെ അനുഗ്രഹം വാങ്ങി. രാവിലെ ഹരി ACP ആയിട്ട് ചാർജ് എടുക്കുന്ന കാര്യം വീണ്ടും പറഞ്ഞു. അവനെ മനസ്സറിഞ്ഞ് തന്നെ അനുഗ്രഹിച്ചു. നാളെ മുതൽ പൊന്നു കോളേജിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന് ഹരിയുടെ അച്ഛനും അമ്മയും പറഞ്ഞ ആ ഞെട്ടലിൽ നിന്നും ഇതുവരെ പൊന്നുവിൻ്റെ വീട്ടുകാർ വിട്ടുമാറിയിട്ടില്ല. പൊന്നുവിനും നല്ല ടെൻഷനുണ്ടായിരുന്നു. പക്ഷെ എന്തിനും ഏതിനും അവളുടെ കൂടെ അവളുടെ കൂട്ടുകാരികൾ ഉണ്ടാകും എന്നുള്ള ഒരു ധൈര്യം അവൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും അവളോട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും 2-3 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം എടുത്താൽ മതിയെന്നും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഹരിയോടും അവൻ്റെ മാതാപിതാക്കളോടും മുത്തച്ഛനോടും മുത്തശ്ശിയോടും എല്ലാം ചോദിച്ചിട്ട് വേണം ചെയ്യാനെന്നും അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പിരിഞ്ഞത്. ഹരിയും പൊന്നു വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും എത്തിയിരുന്നു. പൊന്നു ആകെ ടയേർഡായിട്ടാണ് റൂമിലേക്ക് കയറി ചെന്നത്. റൂമിൽ ചെന്നതും അവൾ വേഗം തന്നെ വാഷ്റൂമിലേക്ക് പോയി. എങ്ങനെയെങ്കിലും ഇതെല്ലാം അഴിച്ചു മാറ്റണമെന്ന് അവൾക്കുണ്ടായിരുന്നുള്ളൂ. വാഷ്റൂമിലേക്ക് കയറാൻ പോയ പൊന്നുവിനെ പുറകിലൂടെ ഹരി ചേർത്ത് പിടിച്ചു. ഹരിയേട്ടാ, ആകെ വിയർത്തിരിക്കുകയാണ്, അവൾ പറഞ്ഞതും അവൻ അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ മുഖം ചേർത്ത് വെച്ചു. അവളുടെ കഴുത്തിൽ ഹരിയുടെ മുഖം പതിഞ്ഞതും അവൾ ഒന്ന് വിറച്ചു. എന്താ ഹരിയേട്ടാ ഇത്? അവൾ ചോദിച്ചു. എനിക്ക് നിന്റെ ഈ വിയർപ്പ് മണം വല്ലാതെ ഇഷ്ടമാണ്, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ കടിച്ചു. അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. അവളുടെ കഴുത്തിൽ അപ്പോഴും മുഖം മാറ്റാതെ നിന്ന അവൻ്റെ തലമുടിയിൽ അവൾ പിടിച്ചു വലിച്ചു. ഹരിയേട്ടാ, ഞാൻ ഫ്രഷായിട്ട് വരാം, വരുമോ? അവൻ വളരെ ആർദ്രമായി ചോദിച്ചതും അവൾ ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്നും അടർത്തി മാറ്റി. മുഖം ചുവന്നു തൊടുത്തു നിൽക്കുന്ന പൊന്നുവിനെ കണ്ടതും അവൻ അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്ത് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ലവ് യു, അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ലവ് യു ടു ഹരിയേട്ടാ, അവളും വളരെ ആർദ്രമായി പ്രണയത്തോടെ തിരിച്ചും പറഞ്ഞു. പോയി ഫ്രഷായിട്ട് വാ, ഹരി അവളെ വാഷ്റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അവൻ ഷർട്ട് അഴിച്ചു മാറ്റിക്കൊണ്ട് സോഫയിൽ വന്നിരുന്നു. ഫോണിൽ നോക്കിയിരുന്നു. അതിലവന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടതും ഹരി അത് ഓപ്പൺ ചെയ്തു. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചാണോ കേസ് അന്വേഷണം നടത്തുന്നത്? അങ്ങനെ കേസ് അന്വേഷിക്കുമ്പോൾ നിനക്ക് നിന്റെ ഭാര്യയെ നഷ്ടമാകാതെ നീ സൂക്ഷിച്ചോ. ആ മെസ്സേജ് കണ്ടതും ഹരി ഒരു പുച്ഛ ചിരിയോടെ തന്നെ അവൻ അതിനുള്ള മറുപടി അയച്ചു. എൻ്റെ ഭാര്യയെ നഷ്ടമാകാതെ നോക്കാൻ എനിക്കറിയാം. നഷ്ടമാക്കാൻ വേണ്ടിയല്ല ഈ ഹരിരുദ്രദേവ് അവളെ എൻ്റെ ഭാര്യയാക്കിയത്. അപ്പോൾ നീ പേടിച്ചു തുടങ്ങി, അതുകൊണ്ടാണല്ലേ ഇത്രയും നാളും ഇല്ലാതിരുന്ന ഈ മെസ്സേജ് ഇപ്പോൾ വരുന്നത്. ഈ മെസ്സേജിലൂടെ തന്നെ നിന്റെ പേടി ഞാൻ അറിയുന്നു. ഹരി തിരിച്ച് മെസ്സേജ് അയച്ചു. പിന്നീട് അവിടെ നിന്നും ഒന്നും വരില്ല എന്ന് അറിയുന്നത് കൊണ്ട് അവൻ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് സോഫയിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു. അവൻ്റെ മനസ്സിൽ പൊന്നുവിനെ നഷ്ടമാകും എന്ന് പറഞ്ഞ ആ ഭീഷണി ഒരു തരത്തിൽ പോലും ബാധിച്ചില്ല. കാരണം പൊന്നുവിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ അവന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അവനെ അലട്ടിക്കൊണ്ടിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു. അഭയയുടെ അമ്മ പറഞ്ഞത്. അവർ ആ അമ്മയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവന് പേടിയുണ്ടായിരുന്നു. ആ അമ്മയുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ അശ്രദ്ധ മതിയെന്ന് അവന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നികേഷിനെയും നവീനെയും വിളിച്ച് അതെല്ലാം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് ഫ്രഷായി പൊന്നു വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയത്. ഒരു ലൈറ്റ് ഗ്രീൻ നൈറ്റ് ഗൗണായിരുന്നു അവൾ ഇട്ടത്. തല തുടച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. പൊന്നു, നീ എന്തിനാ ഇപ്പോൾ തല കഴുകിയത്? ഈ സമയത്ത് തല നനച്ചാൽ എങ്ങനെയാണ്? ഉണങ്ങുമോ? ഉണങ്ങാൻ സമയമെടുക്കില്ലേ? ഇപ്പോൾ കഴുകണ്ടായിരുന്നു, ഹരി പറഞ്ഞു. അത് പിന്നെ ഹരിയേട്ടാ, ആകെ വിയർത്തിരിക്കല്ലായിരുന്നോ, അതുകൊണ്ടാണ്. ആണോ? എന്നാൽ പിന്നെ ഈ പാവം ഭർത്താവ് പോയി കുളിച്ചിട്ട് വരാം.
എന്നിട്ട് ഹരിയേട്ടാ, സമയം നോക്കിക്കേ, രാവിലെ കോളേജിൽ പോകാനുള്ളതാണ്. ഹരിയേട്ടന് ഓഫീസിലും പോകാനുള്ളതല്ലേ? പ്ലീസ്. എന്തു പറ്റി പൊന്നു? ടയേർഡാണോ? അവൻ ചോദിച്ചു. കുറച്ച്, അവൾ പറഞ്ഞു. ശരി, എന്നാ താൻ ഉറങ്ങിക്കോ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് കയറാൻ പോയതും ഹരിയേട്ടാ, പിണങ്ങിയോ? അവൾ ചോദിച്ചു. ഇല്ല, പിണങ്ങിയിട്ടൊന്നുമില്ല. ഇക്കാര്യത്തിന് പിണങ്ങാൻ മാത്രമേ ഉള്ളൂ നിന്റെ ഹരിയേട്ടനെന്ന് നീ കരുതിയോ? ഇല്ല, അങ്ങനെയല്ല ഹരിയേട്ടാ. ഹരിയേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടമായി, അതുകൊണ്ടാണ്. അവൾ പറഞ്ഞു. അതൊന്നുമില്ല, താൻ കിടന്നോട്ടോ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് കയറി. പൊന്നു ഹരി വരുന്നത് വരെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു അവനെ കാത്തിരുന്നതാണ്. പക്ഷേ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. ഹരി വാഷ്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ കാണുന്നത് ഹെഡ് റെസ്റ്റിൽ ചാരി ഉറങ്ങുന്ന പൊന്നുവിനെയാണ്. അത് കണ്ടപ്പോൾ അവനും മനസ്സിലായി അവൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു എന്ന്. അത്രയ്ക്ക് പാട്ടും ഡാൻസും ബഹളവും ആയിരുന്നു ഫംഗ്ഷൻ നടക്കുന്നിടത്ത്. അവൻ അവളെ നേരെ കിടത്തി കൊടുത്തു. അവൻ കിടത്തിയത് പോലും അറിയാതെ അത്രയും ഉറക്കത്തിലാണ് അവൾ. അപ്പോൾ നല്ല ക്ഷീണമുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു. അവൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളോട് ചേർന്ന് അവനും കിടന്നു. ഒരു ട്രാക്ക് പാൻറ് മാത്രമാണ് അവൻ ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ നെഞ്ചിലെ വെള്ളത്തിൽ അതിൻ്റെ തണുപ്പ് അറിഞ്ഞതും അവൾ ഒന്നുകൂടി കുറുകി അവനോട് ചേർന്ന് കിടന്നു. ഈ പെണ്ണ് സമ്മതിക്കെന്ന് തോന്നുന്നില്ല, അവൻ പതിയെ പറഞ്ഞു. പിന്നെ അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു. രാവിലെ ഹരി നേരത്തെ എഴുന്നേറ്റു. അപ്പോഴും തൻ്റെ നെഞ്ചിൽ ചേർന്ന് തന്നെയാണ് അവൾ കിടക്കുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചു. മുടിയെല്ലാം നനഞ്ഞത് കൊണ്ട് അഴിച്ചിട്ടാണ് കിടന്നത്. അത് അവളുടെ മുഖം മറച്ചിരുന്നു. പതിയെ മുടിയെല്ലാം അവളുടെ മുഖത്തു നിന്ന് മാറ്റി അവിടെ ഒന്ന് ചുംബിച്ചുകൊണ്ട് അടർന്നു മാറാൻ പോയപ്പോഴാണ് അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിയുന്നത് അവൻ കാണുന്നത്. എഴുന്നേറ്റ് കിടക്കായിരുന്നോ? അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി. ഇല്ല, അപ്പോഴും ഉറക്കമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ വീണ്ടും അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി ഇറങ്ങിയിട്ടും പൊന്നു എഴുന്നേറ്റിട്ടില്ല എന്ന് കണ്ട് അവൻ ജിമ്മിൽ വർക്കൗട്ടിനായി പോയി. അവൻ താഴേക്ക് ചെല്ലുമ്പോഴേ കണ്ടു മുത്തശ്ശിയും മുത്തച്ഛനും അച്ഛനും പത്രം വായിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. മോനെ, പൊന്നു എഴുന്നേറ്റില്ലേ? മുത്തശ്ശി ചോദിച്ചു. ഇല്ല മുത്തശ്ശി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഇന്നലെ ഒത്തിരി ലേറ്റായില്ലേ കിടന്നത്, ഹരി പറഞ്ഞു. അവനത് പറഞ്ഞതും അച്ഛനും മുത്തശ്ശനും അവനെ നോക്കി. അവരുടെ നോട്ടത്തിൽ എന്തോ ഒരു അപാകത തോന്നിയ അവൻ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. പൊന്നു കണ്ണ് തുറക്കുമ്പോൾ 7 മണിയായിരുന്നു. അവൾ സമയം നോക്കി. ആ സമയം കണ്ടതും അവൾ വേഗം തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി പോയി. അവൾ താഴേക്ക് ചെന്നപ്പോഴേ കണ്ടു അച്ഛനും അമ്മയും സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നത്. കൂടെ അമ്മയുടെ PA ദിനേശ് ചേട്ടനും ഉണ്ട്. അവളെ കണ്ടതും അമ്മയും അച്ഛനും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവൾ തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവൾ വേഗം കിച്ചണിലേക്ക് ചെന്നു. അവിടെ മുത്തശ്ശി കിച്ചണിലെ ചേച്ചിമാരോട് സംസാരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, സോറി, ഞാൻ എഴുന്നേക്കാൻ വൈകിപ്പോയി, അവൾ പറഞ്ഞു. അതിനെന്താ മോളെ, ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ ഒത്തിരി വൈകിയില്ലേ? മോള് ചായ കുടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫ്ലാസ്കിൽ നിന്നും അവൾക്ക് ചായ എടുത്തു കൊടുത്തു. അവൾ ചായ കുടിച്ച് നിൽക്കുമ്പോഴാണ്, മോളെ, ഇന്ന് എങ്ങനെയാ പോകുന്നത്? ഹരിക്കുട്ടൻ മോളെ കൊണ്ടുപോയി ആക്കുമോ? മുത്തശ്ശി ചോദിച്ചു. അറിയില്ല മുത്തശ്ശി, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആണോ? പോവുകയാണെങ്കിൽ ഇന്ന് 2 പേരും അമ്പലത്തിൽ കയറിയിട്ട് പോയാൽ മതി. പുതിയൊരു തുടക്കമല്ലേ, ഞാൻ ശിവകാമിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി പോയിക്കോളൂ. കുറച്ച് കഴിയുമ്പോൾ ഞാനും മുത്തശ്ശനും കൂടി പോകും. കുറച്ച് വൈകി ചെന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടേ. പായസത്തിനും മറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും അമ്പലത്തിലേക്ക് പോകും. എന്തായാലും 3 പേരുടെയും പുതിയൊരു തുടക്കമല്ലേ, മുത്തശ്ശി പറഞ്ഞു. അതിനെന്താ, ഞാൻ ഹരിയേട്ടൻ വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് അവൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് ശിവരഞ്ജിനിയുടെ അമ്മ കിച്ചണിലേക്ക് വരുന്നത്. ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നതേയുള്ളോ? ഒരു പുതുവർഷമായിട്ട് 1-ാം തീയതി രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്ന സമയം നോക്കിക്കേ, അവർ പറഞ്ഞതും. അതെ, ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഒത്തിരി വൈകിയാണ് വന്നത്. ഞങ്ങളുടെ കുട്ടി കുറച്ചു നേരം കൂടുതൽ ഉറങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കില്ലാത്ത കുഴപ്പം പുറത്തുനിന്ന് വന്ന ആർക്കും വേണ്ട, മുത്തശ്ശി അല്പം കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട്. മോളെ ചെല്ല്, റെഡിയായിട്ട് വാ,
അപ്പോഴേക്കും മുത്തശ്ശി കഴിക്കാനുള്ളത് എടുത്തു വയ്ക്കാം. വേണ്ട മുത്തശ്ശി, അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നില്ല, അവൾ പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്, ഹരിക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അമ്പലത്തിലേക്ക് പോയിട്ട് വാ. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കോളേജിലേക്ക് പോയാൽ മതി. മുത്തശ്ശി, ഹരിയേട്ടൻ ഇപ്പോൾ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനിയും ലേറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം, പൊന്നു പറഞ്ഞു. എന്നാ ശരി, മോള് ചെന്ന് ഹരി വരുമ്പോഴേക്കും റെഡിയാവ്, ഞാൻ അവനെ പറഞ്ഞു വിടാം എന്ന് മുത്തശ്ശി പറഞ്ഞതും പൊന്നു ശിവരഞ്ജിനിയുടെ അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അവൾ പടികൾ കയറി മുകളിലേക്ക് പോയി. ശിവരഞ്ജിനിയുടെ അമ്മയെ മുത്തശ്ശി ഒന്ന് നോക്കി. നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പോയിട്ട് അധികം ദിവസമായില്ലല്ലോ. എന്തായാലും നീ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് വെറുതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നീ പോകാൻ നോക്ക്. ഇന്ന് തന്നെ പോകാൻ പറ്റുമെങ്കിൽ നീ ഇന്ന് തന്നെ പോയിക്കോ. ഞങ്ങളുടെ മനസ്സമാധാനം കളയാനായിട്ട് ഇവിടെ നിൽക്കണമെന്നില്ല, മുത്തശ്ശി പറഞ്ഞതും അവൾ ഒരു അമ്പരപ്പോടെയാണ് മുത്തശ്ശിയെ നോക്കിയത്. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, അത് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നതിന് അമ്മയ്ക്ക് എന്താ ഇത്ര എതിർപ്പ്? എതിർപ്പൊന്നുമില്ല. നീ വായടച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അങ്ങനെയാണോ നീ ചെയ്യുന്നത്? ഇത്രയും നാൾ നീ എൻ്റെ മരുമകളുടെ പുറത്തായിരുന്നു, ഇപ്പോൾ ദേ ഞങ്ങളുടെ കൊച്ചുമകളുടെയും. അതിനൊന്നും സമ്മതിച്ചു തരാൻ മാത്രം അത്രയും വലിയ സ്നേഹമൊന്നും എനിക്ക് നിന്നോടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് ഹാളിലേക്ക് നടക്കുമ്പോഴാണ് ഹരി ഫോണിൽ സംസാരിച്ചുകൊണ്ട് വിയർത്തൊലിച്ച് അങ്ങോട്ട് വരുന്നത് കാണുന്നത്. മുത്തശ്ശിയെ കണ്ടതും എന്തോ മുത്തശ്ശിക്ക് പറയാനുണ്ടെന്ന് തോന്നിയതും അവൻ ഫോൺ കട്ട് ചെയ്ത് മുത്തശ്ശിയുടെ മുന്നിൽ വന്ന് നിന്നു. എന്തു പറ്റി? എൻ്റെ മുത്തശ്ശിക്ക് ഒരു മൂഡ് ഓഫ് പോലെ തോന്നുന്നു. എന്തു പറ്റി? മുത്തശ്ശനായിട്ട് ഉടക്കിയോ? ഹരി ചോദിച്ചു. അതൊന്നുമല്ല. പിന്നെന്തു പറ്റി? അത് നീ അമ്പലത്തിൽ പോകുന്നുണ്ടോ? അത് മുത്തശ്ശി സമയമില്ലല്ലോ. ഇപ്പോൾ തന്നെ മുത്തശ്ശി സമയം നോക്കിയേ, 8:30 കഴിഞ്ഞു. ഇനി ഫ്രഷായി അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്ന് പിന്നെയും ഡ്രസ്സ് മാറി പോകാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, അവൻ പറഞ്ഞു. നീ വേഗം ചെന്ന് ഫ്രഷായിട്ട് റെഡിയാവ്. പൊന്നു അവിടെ റെഡിയായിട്ടുണ്ടാവും. രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ പൊന്നുവോ പറഞ്ഞത് അമ്പലത്തിലേക്ക് പോകുന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നില്ല എന്ന്. അതുകൊണ്ട് വേഗം ചെന്ന് ഫ്രഷായിട്ട് റെഡിയായി അമ്പലത്തിലേക്ക് പോയിട്ട് വാ. ഇവിടുന്ന് 10 മിനിറ്റ് ദൂരമല്ലേ ഉള്ളൂ. കാറിലാകുമ്പോൾ പിന്നെ പറയണ്ട. ഒരു കാര്യം ചെയ്യ്, കാർ എടുക്കണ്ട, നീ നിൻ്റെ ബുള്ളറ്റും കൊണ്ട് പോയിക്കോ. അപ്പോൾ പെട്ടെന്ന് വരാലോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നീ ഓഫീസിലേക്കും മോള് കോളേജിലേക്കും പോയിക്കോട്ടെ, മുത്തശ്ശി പറഞ്ഞു. അത് കുഴപ്പമില്ലാത്തൊരു ഐഡിയ ആണ്, ഹരി മുത്തശ്ശിയോട് പറഞ്ഞു. ഇനി നീ ഇവിടെ നിന്ന് താളം ചവിട്ടാതെ വേഗം പോയി റെഡിയായിട്ട് വാ എൻ്റെ ഹരിക്കുട്ടാ, മുത്തശ്ശി പറഞ്ഞതും ഹരി പടികൾ കയറി മുകളിലേക്ക് ചെന്നു. റൂമിൻ്റെ ഡോറ് തുറന്നപ്പോഴേ കണ്ടു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന പൊന്നുവിനെ. നല്ല ഭംഗിയിൽ സാരി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. നെറ്റിയിൽ ഒരു പൊട്ടും കണ്ണെഴുതിയിട്ടുണ്ട്. അത് മാത്രമാണ് അവളുടെ അലങ്കാരം. പക്ഷേ അതിലും അവൾ സുന്ദരിയാണെന്ന് അവന് തോന്നി. ഹരി പൊന്നുവിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും വേണ്ട ഹരിയേട്ടാ, എൻ്റെ അടുത്തേക്ക് വരണ്ട, ആകെ വിയർത്ത് നിൽക്കുകയാണ് ഹരിയേട്ടൻ. അത് മാത്രമല്ല അമ്പലത്തിൽ പോകാനുള്ളതാണേ, പൊന്നു പറഞ്ഞു. ഓ, അപ്പോൾ ഭവതിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇന്നലെ എന്നെ പറ്റിച്ചതല്ലേ, അതിന് ഒരു കുഞ്ഞു ശിക്ഷ വേണ്ടേ? പറ്റിച്ചതല്ല ഹരിയേട്ടാ, ഞാൻ കാത്തിരുന്നു, പക്ഷേ എപ്പോഴും ഉറങ്ങിപ്പോയി, അവൾ പറഞ്ഞു. അവളുടെ വിഷമം മനസ്സിലായതുപോലെ ഞാൻ തമാശ പറഞ്ഞതല്ല എൻ്റെ പെണ്ണെ, അതിനിങ്ങനെ വിഷമിക്കണോ, അവൻ ചോദിച്ചു. വേഗം ചെന്ന് ഫ്രഷായിട്ട് വാ ഹരിയേട്ടാ, നമുക്ക് ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകാം, അവൾ പറഞ്ഞു. ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ ഞാൻ റെഡിയായിട്ട് വരാം. എനിക്കിടാനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചോളൂ, അവൻ പറഞ്ഞുകൊണ്ട് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി. ഹരി ഫ്രഷായി ഇറങ്ങുമ്പോൾ പൊന്നു അവനിടാനുള്ളത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതെല്ലാം എടുത്തിട്ടുകൊണ്ട് അവളെ നോക്കി. അപ്പോൾ ബാൽക്കണിയിൽ ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ തോന്നിയതും അവൻ അങ്ങോട്ട് ചെന്നു. ഫോണിലാണ് എന്ന് മനസ്സിലായതും അവൻ അവിടെ തന്നെ നിന്നു. അപ്പോൾ എന്താവെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്ന ഒരുപാട് ഹാപ്പി ആയിരിക്കും ഞാൻ, അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഹരിയെ കണ്ടു. ഹരിയേട്ടാ, ഹരിയേട്ടൻ റെഡിയായിട്ട് കുറേ നേരമായോ? കുറച്ച് നേരമായി, അവൻ മൂളി. ഞാനത് വീട്ടിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. ശരി വാ പോകാം എന്ന് പറഞ്ഞ് അവൻ അവളെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങി. ഹരിക്കുട്ടാ, വേഗം പോയിട്ട് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ, മുത്തശ്ശി പറഞ്ഞു. ആ മുത്തശ്ശി, വേഗം വരാം. നടന്നു പോകാൻ നിൽക്കണ്ട ഹരിക്കുട്ടാ, ആ 2 വീലർ എടുത്താൽ മതി, അപ്പോൾ വേഗം വരാലോ, മുത്തശ്ശി പറഞ്ഞു. അത് ശരിയാണെന്ന് തോന്നിയതും അവൻ അതുപോലെ തന്നെ ചെയ്തു.
അവർ രണ്ടുപേരും അമ്പലത്തിൽ ചെന്ന് മനസ്സറിഞ്ഞ് തന്നെ അവൾ പ്രാർത്ഥിച്ചു. വീടെത്തിയതും ഹരി വേഗം തന്നെ മുകളിലേക്ക് പോയി. പൊന്നു വേഗം കിച്ചണിലേക്കും. രാവിലെ കഴിക്കാനുള്ളത് എല്ലാം എടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു മുത്തശ്ശി. അവളും മുത്തശ്ശി സഹായിച്ചു. മോള് ചെന്ന് ഡ്രസ്സ് മാറിക്കോ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഇട്ടുകൊണ്ട് പോകുന്നത്? മുത്തശ്ശി ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ഞാൻ ഡ്രസ്സ് മാറണം, എന്നിട്ട് വേണം പോകാൻ, അവൾ പറഞ്ഞു. എന്നാ ചെല്ല്, മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഇവിടെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. പൊന്നു റൂമിലേക്ക് ചെന്നപ്പോഴേ കണ്ടു യൂണിഫോമിൽ നിൽക്കുന്ന ഹരിയെ. അവൾക്ക് അത് ആദ്യ കാഴ്ചയായിരുന്നു. അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. ആ പോലീസ് യൂണിഫോം അവനെ നന്നായി ചേരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. വർക്കൗട്ട് ചെയ്ത ആ ദൃഢമായ ശരീരം അവളെ വല്ലാതെ ആകർഷിച്ചു. അവൾ നോക്കി നിൽക്കുന്നത് കണ്ടതും ഹരി ഒരു കള്ളപ്പുഞ്ചിരിയോടെ തന്നെ മിററിലേക്ക് നോക്കി. എന്താണ് ഭാര്യയെ, കുറേ നേരമായാലും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്തേ, കൊള്ളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവൾക്ക് മുന്നിൽ വന്ന് തിരിഞ്ഞു നിന്നു. അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് ഈ യൂണിഫോം ഹരിയേട്ടനെ ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല, അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്തുകൊണ്ട് അതെനിക്ക് ചേരില്ല എന്ന് തോന്നിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഹരി അവൾക്കടുത്തേക്ക് വന്നു. അത് പിന്നെ ഹരിയേട്ടനെ കാണുമ്പോൾ ഒരു ചോക്ലേറ്റ് ബോയെ പോലെയൊക്കെയല്ലേ തോന്നുന്നത്. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വേഷം എങ്ങനെ ചേരുമെന്ന് അത് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. പക്ഷേ പറയാതിരിക്കാൻ വയ്യാട്ടോ, നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, എനിക്ക് തന്നെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അവൾ പറഞ്ഞു. ആണോ? എന്നാ കണ്ണെടുക്കണ്ട, എന്നെ ഇങ്ങനെ തന്നെ നോക്കി നിന്നോ. അയ്യോ, അതിനുള്ള സമയമില്ല, ഞാനേ വേഗം റെഡിയായിട്ട് വരാം. ഹരിയേട്ടൻ വേഗം താഴേക്ക് ചെല്ലട്ടോ, അവൾ പറഞ്ഞു. ഏയ്, അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് ഈ വേഷത്തിൽ കണ്ടിട്ട് ഒരു സമ്മാനമൊക്കെ തരാം, അവൻ പറഞ്ഞു. തരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഹരിയേട്ടാ, പക്ഷേ വീണ്ടും ഞാൻ ഈ യൂണിഫോം അയൺ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സാറ് താഴേക്ക് പോയിക്കോ. നീ ഇപ്പോൾ കുറച്ചായി എൻ്റെ അടുത്ത് നിന്ന് വഴുതി പോകുന്നു, ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് മീശ പിരിച്ച് അവൻ അവളുടെ കവളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് താഴേക്ക് പോയി. അവൻ പോകുന്നത് നോക്കി നിന്നു. പൊന്നുവും വേഗം റെഡിയായി താഴേക്ക് ചെന്നു. ഹരിയേട്ടൻ കഴിച്ചില്ലായിരുന്നോ? അവൾ ചോദിച്ചു. ഇല്ല, നീയും കൂടി വരട്ടെ എന്ന് കരുതി. കഴിക്കാനെന്നില്ലേ ഹരിയേട്ടാ? അറിയാം, ഞാൻ കഴിക്കും, പക്ഷേ നീ കഴിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെയാ കാത്തിരുന്നത്, അവൻ പറഞ്ഞു. വാ ഇരിക്ക് എന്ന് പറഞ്ഞ് അവൻ അവളെ അടുത്തിരുത്തി. അവരെല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ശിവരഞ്ജിനിയും ഫാമിലിയും പക്ഷേ അവരുടെ കൂട്ടത്തിൽ കൂടിയില്ല. അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് ഹരിയുടെ ഒഫീഷ്യൽ വാഹനം വന്നത്. അത് കണ്ടതും ഹരി പൊന്നുവിനെ നോക്കി. ഞാൻ കോളേജിലാക്കി തരട്ടെ, അവൻ ചോദിച്ചു. അത് പിന്നെ ഹരിയേട്ടാ, ഈ വണ്ടിയിൽ? വേണ്ട, നമ്മുടെ വണ്ടി എടുക്കാം. ഇന്ന് ഞാൻ എൻ്റെ വണ്ടിയിൽ പൊക്കോളാം, എന്തു പറയുന്നു? ശരി, അവൾ സമ്മതിച്ചു. അവൻ പൊന്നുവിനെയും കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. അവളെ കോളേജിലാക്കി കൊടുത്തു. ഹരിയെ ആ വേഷത്തിൽ കാണണമെന്ന് ഐറയും വാണിയും ശ്രദ്ധയും വാശി പിടിച്ചതുകൊണ്ട് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഹരിയെ ആ വേഷത്തിൽ കണ്ട അവർക്കും ഒരുപാട് ഇഷ്ടമായി. ഹരിയേട്ടാ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ, അവർ 3 പേരും പറഞ്ഞു. താങ്ക് യു. അപ്പോൾ ഇനി ഞാൻ പോയിക്കോട്ടെ? നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണല്ലേ എന്നെ? ഹരി പൊന്നുവിനോട് ചോദിച്ചു. ഇതായിരുന്നു അല്ലേ രാവിലെ ഫോണിലൂടെ സംസാരിച്ചത്? ഹരി ചോദിച്ചു. ഇവർക്ക് കാണണമെന്ന് പറയുമ്പോൾ അവരുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ ഹരിയേട്ടാ? അവൾ ചോദിച്ചു. അവരുടെ മാത്രമല്ല, എൻ്റെ ആഗ്രഹങ്ങളും സാധിച്ചു തരണം, ഹരി പറഞ്ഞതും പൊന്നു അവനെ കണ്ണുരുട്ടി കാണിച്ചു. അത് കണ്ടുകൊണ്ട് നിന്ന ഐറയ്ക്കും വാണിക്കും ശ്രദ്ധയ്ക്കും ചിരി വരുന്നുണ്ടായിരുന്നു. ഒരു ACP ആണ് ഈ പറയുന്നത്, ഐറ പറഞ്ഞു. ACP ഒരു ഭർത്താവ് കൂടിയാണ്, അവൻ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ പോയി. ഹായ്, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടേ. ഞാൻ ഇപ്പോൾ 4 സ്റ്റോറി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിൽ 2 സ്റ്റോറി പഴയതാണ്, വന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ അത് ചാനലിൽ നിന്ന് ഡിലീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും കൊണ്ടുവന്നത്. ഞാൻ ഇപ്പോൾ തന്നെ അതിൽ പല കഥാപാത്രങ്ങളുടെയും പേര് മറന്നുപോയിട്ട് വേറെ പേരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പല കാര്യങ്ങളും ആ കഥയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനിയും വരാം കൂടുതൽ. അത് ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും മറന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി 2 കൊണ്ടുവന്നത്. എനിക്ക് അത് 2 കൂടി താങ്ങാൻ പറ്റുന്നില്ല, എന്നാലും ഞാനത് കൊണ്ടുവന്നത്. ആ സ്റ്റോറി ഇനിയും എഴുതാതിരുന്നു കഴിഞ്ഞാൽ
അത് എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മാഞ്ഞു പോകും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ തന്നെ പല കഥാപാത്രങ്ങളും വരുമ്പോൾ എനിക്ക് മറവി സംഭവിക്കുന്നുണ്ട്, തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സ്റ്റോറി കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു ആ സ്റ്റോറികൾ ഒന്നിടവിട്ടേ ഉണ്ടാകൂ എന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളെല്ലാവരും ഓർക്കണം കേട്ടോ. ഞാൻ ഒരു ഭാര്യയും 2 കുട്ടികളുടെ അമ്മയുമാണ്. എനിക്ക് ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ വീട്ടിലെ കാര്യങ്ങളും. എൻ്റെ സ്റ്റോറി എന്നെ ആദ്യം മുതലേ അറിയുന്ന എല്ലാവർക്കും അറിയാം. കുട്ടികളുടെ എക്സാം വരുമ്പോൾ സ്റ്റോറി പല ദിവസങ്ങളിലും ഞാൻ ഇടാതെ പോയിട്ടുണ്ട് എന്ന്. അവരുടെ എക്സാം എനിക്ക് വളരെ മുഖ്യമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരാണ്, പല ആവശ്യങ്ങളും ഉണ്ടാകാം. ഹോസ്പിറ്റൽ കേസ്, മരണം, അതുപോലെ പല കാര്യങ്ങളും. അപ്പോൾ എനിക്ക് പോകേണ്ടി വരുമ്പോൾ സ്റ്റോറി എനിക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അതിനെ വന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കേട്ടോ. ചേച്ചി വന്ന് കുറച്ച് ദിവസങ്ങളായി എൻ്റെ സ്റ്റോറിക്കിടയിൽ വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് കണ്ടിട്ടും പ്രതികരിച്ചില്ല. പക്ഷേ ഇന്ന് പ്രതികരിക്കണമെന്ന് തോന്നി ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തതാണ്. ഞാനത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് തുടക്കം മുതൽ ഇപ്പോൾ ഇന്ന് രാവിലെ വിട്ട എൻ്റെ സ്റ്റോറിക്ക് വരെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒത്തിരി നല്ല കൂട്ടുകാരും എൻ്റെ അനിയത്തിമാരും അങ്ങനെ ഒരുപാട് പേര് എനിക്ക് കൂടെയുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെടുന്നവരുമായ ഒരുപാട് പേരുണ്ട്. എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഞാൻ അതുപോലെ തന്നെ എടുത്ത് ആ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇത് തീരെ പറ്റാത്തത് കൊണ്ടാട്ടോ ഇത്രയും പറഞ്ഞത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാർ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ കൂടെ നിന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ കമൻസിലൂടെയും എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും എനിക്ക് നിങ്ങളുടെ ഒരുപാട് മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ എനിക്ക് ഏറ്റവും കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ കൂടെ നിൽക്കുക, ഇനിയും നിൽക്കുമെന്ന് കരുതുന്നു. പക്ഷേ ആവശ്യമില്ലാതെ ഇങ്ങനെ വന്ന് നെഗറ്റീവ് കമൻറ്റുകളുമായിട്ട് വരരുത്. നല്ല കമൻറ്റുകൾ, അതായത് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് അംഗീകരിക്കും. അല്ലാതെ ഇപ്പോൾ ഒരുപാട് തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ കാണുമ്പോൾ, അതും ഒരാൾ തന്നെ ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നെ അറിയുന്നവർക്കറിയാലോ, കുട്ടികളുടെ എക്സാം വരെ ഇതുപോലെ ഡിലേ ആകും സ്റ്റോറി. അതുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടാകണം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. എൻ്റെ തെറ്റുകളും നല്ലതും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അത് ഞാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.